വൃന്ദാവനിൽ എന്നെങ്കിലും പോകുകയാണെങ്കിൽ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലം എന്നതിനുപരി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആയിരക്കണക്കിന് വിധവകളുടെ അഭയസ്ഥലം കൂടിയാണ് വൃന്ദാവൻ. വിഡോസ് ഓഫ് വൃന്ദാവൻ അഥവാ വൃന്ദാവനത്തിലെ വിധവകൾ. പാരമ്പര്യ ഗ്രാമങ്ങളിലുള്ളവർ വിധവകളെ അശുഭമായി കാണുന്ന സമ്പ്രദായം ഇന്നും ഉണ്ട്. ചിലർക്ക് ഭർത്താവിൻ്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ലാത്തതിനാൽ ഇവിടെ തേടിയെത്തുന്നു. മറ്റു ചിലർ വൃന്ദാവനെ വിശുദ്ധ ഭൂമിയായി കാണുകയും ഇവിടെ മരിച്ചാൽ മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസവും ഒരു കാരണമാക്കിയെത്തുന്നു. മറ്റു ചിലരോ സ്വന്തം മക്കൾ തന്നെ അവർക്കൊരു ബാധ്യതയാകുമ്പോൾ കൊണ്ടാക്കുന്നു. അങ്ങനെ പല പല കഥകളാണ് ഇവിടുത്തെ അമ്മമാർക്ക് പറയാനുള്ളത്. ഇങ്ങനെ വൃന്ദാവനിൽ ഉപേക്ഷിക്കപ്പെട്ട് തെരുവുകളിൽ കഴിയുന്ന അമ്മമാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പല NGO ഓർഗനൈസേഷൻസും ഇന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് മൈത്രികർ വിധവാ ആശ്രമം. ഇവർക്ക് സൗജന്യ താമസവും തൊഴിൽ പരിശീലനവും ഭക്ഷണവും കൗൺസിലിങ്ങും ഇങ്ങനെ പല സേവനങ്ങളും നൽകി ഇവരെ ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. ഇന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ വിധവകൾ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതോ പരിപാടികളിൽ പങ്കെടുക്കുന്നതോ അനുവദിക്കാത്ത ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. എന്നാൽ വൃന്ദാവനിൽ പല സംഘടനകളുടെയും ഇടപെടലുകൾ കൊണ്ട് ഹോളിക്ക് കുറച്ച് ദിവസം മുൻപായി വിഡോ ഹോളി സംഘടിപ്പിക്കാൻ തുടങ്ങി. ഇതിൽ ഇവിടുത്തെ അമ്മമാർ ഒരുമിച്ചെത്തി ഹോളി ആഘോഷിക്കാൻ തുടങ്ങി. അതൊരു വലിയ മാറ്റം തന്നെയായിരുന്നു. എന്നാൽ ഇന്നും ആയിരക്കണക്കിന് അമ്മമാർ തെരുവിലും ക്ഷേത്രങ്ങളിലും ഘാട്ടുകളിലും ഭിക്ഷയെടുത്തും ഭജനകൾ പാടിയുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതാണ് സത്യം.